ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. യെസ്, അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ റീവാലുവേഷൻ്റെ സൈറ്റ് ഓപ്പൺ ആകാൻ ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു. ഇന്ന് രാവിലെ ഓപ്പൺ ആവുമെന്നാണ് പറയുമെങ്കിലും ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് റീവാലുവേഷൻ സൈറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ റീവാലുവേഷൻ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആ സൈറ്റിൽ കയറി എങ്ങനെയാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ സൈറ്റിന് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇതിന് മുന്നേ വേറൊരു പേജ് ഉണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, റീവാലുവേഷൻ എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യട്ടോ. അതിന് മുമ്പ് വേറൊരു പേജ് ഉണ്ടാവും, ആ പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, റീവാലുവേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. റീവാലുവേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ന്യൂ അപ്ലിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് റീവാലുവേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ന്യൂ അപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ റീവാലുവേഷൻ എന്നുള്ള ഭാഗത്ത് പോകാൻ പറ്റും. അവിടെ ന്യൂ ആപ്ലിക്കേഷനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഫില്ല് ചെയ്യാണ്ടാവും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൽ നിങ്ങൾ എക്സാമിന് SSLC എക്സാം ചെയ്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്കൂൾ, ഏത് സ്കൂളിലാണ് എക്സാം ചെയ്യുക സ്കൂളിൻ്റെ പേര്, ആ സ്കൂളിന് ഒരു കോഡ് ഉണ്ടാവും, ആ കോഡ്, അതേപോലെ ഒരു മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ അല്ലെങ്കിൽ വേറെ ഏത് മീഡിയം ആണോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കറക്റ്റായി ടൈപ്പ് ചെയ്യുക. ഈ സ്കൂളിലെ കോഡ് കിട്ടാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂളിൽ നിന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്: റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി. അത് നിങ്ങൾക്ക് ഇവിടെ എല്ലാ സബ്ജക്റ്റിനെയും പേര് കാണാം. IT നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീവാല്യൂ ചെയ്താൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, IT നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീവാലുവേഷനോ സ്ക്രൂട്ടിനിക്കോ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് IT ഫോട്ടോ കോപ്പി ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ IT നിങ്ങൾക്ക് റീവാലുവേഷൻ സ്ക്രൂട്ടിനിയോ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ഇത് ഒരു എക്സാം എടുക്കുക, നിങ്ങൾക്ക് ഇംഗ്ലീഷിന് എന്താണ് റീവാലുവേഷൻ ആണ്, പക്ഷേ ഫിസിക്സ് നിങ്ങൾക്ക് എന്താണ് ഫോട്ടോ കോപ്പിയാണ്, ബയോളജി നിങ്ങൾക്ക് എന്താണ് സ്ക്രൂട്ടിനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് പോവുകയാണ് വേണ്ടത് കേട്ടോ. എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഒരു കോളം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എമൗണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരും കേട്ടോ. എത്രയാണ് നിങ്ങളുടെ എമൗണ്ട് അത് എന്ത് ചെയ്യും, അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചില ഇൻസ്ട്രക്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി ആൻഡ് സ്ക്രൂട്ടിനി നോട്ട് അപ്ലിക്കബിൾ ഫോർ IT പേപ്പർ. എന്താ ചെയ്യണം, ഐടിക്ക് എന്ത് കഴിയില്ല, റീവാലുവേഷനോ സ്ക്രൂട്ടിനിയോ ഫോട്ടോ കോപ്പിയോ ചെയ്യാൻ കഴിയില്ല. നോ നീഡ് ടു അപ്ലൈ ഫോർ സ്ക്രൂട്ടിനി ഫോർ എ പേപ്പർ ഇഫ് അപ്ലൈ ഫോർ റീവാലുവേഷൻ. നിങ്ങളൊരു പേപ്പർ റീവാലുവേഷന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന ചെയ്യേണ്ട ആവശ്യമില്ല. സൂക്ഷ്മ പരിശോധന പറഞ്ഞാൽ എന്താ, സ്ക്രൂട്ടിനി പറഞ്ഞാൽ എന്താ, നിങ്ങളെ മാർക്കുകൾ കൂട്ടി നോക്കുകയാണ് ചെയ്യുക. നിങ്ങളെ പേപ്പർ മൊത്തമായിട്ട് നോക്കൂല, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക ചെയ്യുക. അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഫീസ് ഫോർ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി ആർ rupees. റീവാലുവേഷൻ 400 രൂപയും പിന്നെ ഫോട്ടോ കോപ്പിക്ക് 200 രൂപയും സ്ക്രൂട്ടിനിക്ക് 50 രൂപയുമാണ്. ദ പ്രിന്റ് ഔട്ട് ഓഫ് ദി ആപ്ലിക്കേഷൻ അലോങ് ദ ഫീസ് ഷുഡ് ബി സബ്മിറ്റ് ടു ദ ഹെഡ് മാസ്റ്റർ. അപ്പോൾ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പക്ഷേ പോയിട്ടോ അല്ലെങ്കിലോ നിങ്ങൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതും ആ പ്രിൻ്റ് ഔട്ടും അതേപോലെ അതിൻ്റെ ക്യാഷ് നിങ്ങൾ എവിടെ അടയ്ക്കേണ്ടത്, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണോ എക്സാം ചെയ്തത് ആ സ്കൂളിലെ HMൻ്റെ കയ്യിലാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്, ഈ ഒരു ക്യാഷ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ എക്സാം ചെയ്തത് ആ സ്കൂളിൽ പോയിട്ടാണ് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടത്, ഇതിൻ്റെ ക്യാഷ് കൊടുക്കേണ്ടതെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓൺലി ഫീ പെയ്ഡ് ആൻഡ് HM കൺഫേംഡ് ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡർ ഫോർ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി ആൻഡ് സ്ക്രൂട്ടിനി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നോ നാളെയോ മറ്റന്നാളായിട്ട് തന്നെ ഈ 2-3 ദിവസങ്ങൾ, കാരണം ശനിയാഴ്ച വരെ നമുക്ക് സമയമുള്ളൂ. അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ റീവാലുവേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേ പോയിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ കോപ്പിയും ക്യാഷും നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, HMന് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, HMൻ്റെ അടുത്ത് നിങ്ങൾ കൊടുക്കാൻ ഡിലേ ആയിട്ട് HM കൊടുക്കാൻ ഡിലേ ആയി അതെന്ത് ചെയ്യില്ല, റീവാലുവേഷൻ സ്വീകരിക്കില്ല. അപ്പോൾ നിങ്ങൾ നാളെ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, പറ്റാൻ ഇന്ന് തന്നെ പോയിട്ട്, ഇപ്പം ഡേറ്റ് ആയല്ലോ അല്ലേ, HMൻ്റെ അടുത്ത് പോകാൻ കഴിയില്ലല്ലോ, നാളെ തന്നെ പോയിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ആകെ ഒരു 10 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സൈറ്റിൽ കയറാൻ പറ്റും. നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ പറ്റും, റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നുള്ള സാധനം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ നേരെ ഈ ഒരു പേജിലേക്കാണ് പോകുക. അവിടെ ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് വരും. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, നിങ്ങളുടെ സെൻറ്റർ നെയിം, സെൻറ്റർ കോഡ്, മീഡിയം, അതൊക്കെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ എത്രയാണോ ക്യാഷ് വരുന്നത് ആ ക്യാഷ് നിങ്ങൾ എന്ത് ചെയ്യണം, HMൻ്റെ അടുത്ത് പോയിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഞാൻ എന്ത് ചെയ്ത് തരാം, അവിടെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ nafi.eduport ഫോളോ ചെയ്തോ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.